എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വേറൊരു പാട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. ഇതും എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷ നിമിഷം പകർന്നു നൽകിയൊരു പാട്ട് തന്നെയാണ്. പാട്ട് വളരെ ദുഃഖമുള്ള പാട്ടാണെങ്കിൽ തന്നെയും ഇത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ക്ലബ്ബിൽ, സൂര്യ ക്ലബ്ബ് എന്നും പറഞ്ഞിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നൊരു ക്ലബ്ബ്. അപ്പം അവിടെ ഞാൻ പാടിയിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പാട്ടാണ്. ആ ഫസ്റ്റ് പ്രൈസ് കിട്ടുക എന്നതിലുപരി അതിന് വളരെയേറെ മാധുര്യം ആ വിജയത്തിന് ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. കാരണം എൻ്റെ ഒരു കൂട്ടുകാരി തൊട്ട അയൽവക്കത്ത് താമസിക്കുന്ന, അപ്പോൾ അവളാണെങ്കിൽ വളരെ മനോഹരമായിട്ട് പാട്ട് പാടും. എൻ്റെയൊക്കെ സൗണ്ടിനെ അപേക്ഷിച്ച് അവളുടെ ശബ്ദം എന്ന് പറയുന്നത് വളരെ വളരെ മനോഹരമാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. അവളോട് ഞാൻ പാട്ട് പാടാനൊക്കെ പറയും. എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ അവളോട് ഞാൻ പറയും, ഒന്ന് പാടിത്തരും. അപ്പോൾ അവളും ഒരു മടിയും കൂടാതെയൊക്കെ പാടിത്തരും. അപ്പം ഞാൻ പറഞ്ഞു, നിൻ്റെ ശബ്ദം വളരെ മനോഹരമാണ്, അപ്പോൾ നിൻ്റെ മേഖല അതാണ്, നീ അത് പാട്ട് പഠിക്കണം. പിന്നെ അവളുടെ സാഹചര്യമൊക്കെ കൊണ്ട് അതിലേക്കൊന്നും തിരിയാനോ പോകാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അതൊന്നും നടന്നില്ല. അപ്പോൾ ഈ ക്ലബ്ബിൽ ഇങ്ങനെ ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ പാട്ട് മത്സരത്തിൽ അപ്പം ഇവളോട് ഞാൻ ചോദിച്ചു, നീ ഏത് പാട്ടാണ് പാടുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, വാർമുഖിലെ വാനിൽ നീ, ആ പാട്ടാണ്. വളരെ മനോഹരമുള്ള പാട്ടാണ്. അത് എല്ലാവർക്കും അങ്ങനെ എടുത്തിട്ട് പാടാൻ പറ്റുന്ന പാട്ടുമല്ല. അതിനെപ്പറ്റി ഒരുവിധം നല്ല അതിൻ്റെ ഒഴുക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പാടാൻ പറ്റുന്നൊരു പാട്ടാണത്. അപ്പം ഞാൻ പറഞ്ഞു, നല്ല പാട്ടാണ്, മനോഹരമാണ്, അപ്പോൾ നിനക്ക് തന്നെ ഫസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്നോട് ഞാൻ പാടാൻ പോകുന്ന പാട്ട് ഏതാണെന്നൊന്നും ഞാൻ ആരോടും പറയാനും അല്ലെങ്കിൽ ആരും എന്നോട് ചോദിക്കുകയൊന്നും ചെയ്തില്ല. അപ്പം സ്വാഭാവികമായിട്ടും എനിക്കറിയാം അവൾ നന്നായിട്ട് പാടും, അവൾക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് എന്ന് കരുതി തന്നെ അവൾക്ക് കിട്ടുന്നതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ലാത്ത ഒരു സാഹചര്യവുമായിരുന്നു. കാരണം നമുക്ക് കഴിവുള്ളവരെ അംഗീകരിക്കപ്പെടണമല്ലോ, അതെവിടെയാണെങ്കിലും. ഇതിപ്പോൾ നമ്മൾ പഠിച്ച ഒരു തലമാണത്. നമ്മൾ കഴിവുള്ളവരെ അവരുടെ എന്ത് സാഹചര്യമാണെങ്കിലും, നമുക്ക് ആ കഴിവില്ല അല്ലെങ്കിൽ അതിൽ കഴിവ് കുറവാണെങ്കിലും നമ്മൾ അതിൽ അസൂയപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വേറൊരു മറ്റെന്തെങ്കിലും ആയിട്ടുള്ളൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ടാവും, നമ്മൾ അതിലേക്ക് ശ്രദ്ധ തിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കേൾക്കുന്ന എൻ്റെ മക്കൾ കുറച്ച് പേര് എൻ്റെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഉണ്ടാകും. അപ്പോൾ അവരോട് ഞാൻ പറയാനുള്ളത്, നമുക്കങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ കഴിവുകൾ, എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് ദൈവം ആർക്കെങ്കിലുമായിട്ടൊക്കെ തന്നിട്ടുണ്ടാകും. എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് ദൈവം എല്ലാവർക്കും തന്നിട്ടുണ്ടാകും. ആ കഴിവിലേക്ക് ഫോക്കസ് ചെയ്യുക, മറ്റൊരാളുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കുക, നമ്മളതിൽ കുശുമ്പൊന്നും കൊടുക്കണ്ട, അങ്ങനെ. അപ്പോൾ അതിപ്പോൾ ഞാൻ ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ കുറച്ച് അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഇവിടെ ഏത് പാട്ടാണ് പാടുന്നതെന്നൊക്കെ ചോദിച്ചാൽ, ഞങ്ങളെക്കാളൊക്കെ മുതിർന്നൊരു ചേച്ചി. അപ്പോൾ ഞാനും ഇവളും വേറെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പം ഇവളോട് പറഞ്ഞു, നിങ്ങൾ പാട്ടിന് ഇരുന്നുണ്ടല്ലേ, നീ ഏത് പാട്ടാണ് പാടുന്ന, നീ അത് പാടിയാൽ മതി, അത് നല്ല രീതിയിൽ അത് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നോടും ഒന്നും ചോദിക്കുന്നില്ല, നീ ചേരുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് വിശേഷം. അപ്പം അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു. നമ്മളിങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് അത് മിക്കപ്പോഴും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് അത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരി. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരൊക്കെ നമ്മളെക്കാളും മുതിർന്നതാണ്. നമുക്ക് അവരെയൊന്നും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതൊന്നും ആ ഒരു സമയത്ത് നമുക്കതിന് ചിന്തിക്കുന്നില്ല, അതിനെപ്പറ്റിയിട്ടൊന്നും ചിന്തിക്കുന്നില്ല. നമ്മളങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു, ഉറപ്പായിട്ട് നിനക്ക് കിട്ടും. അപ്പം അതിലെനിക്ക് സന്തോഷമുള്ള, അവൾക്ക് കിട്ടുന്നില്ല. കാരണം എൻ്റെ കൂട്ടുകാരിയല്ലേ, ഫസ്റ്റ് അവൾക്ക് കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമില്ലേ ഉള്ളൂ. പക്ഷേ ഇവർ പറഞ്ഞ ചില വാക്കുകൾ എന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് കുറച്ചൊരു വിഷമം ഉണ്ടാക്കി. അപ്പോൾ ഇവളും ഭയങ്കര അതിൽ ഇത്തിരി ഉറപ്പാണോ, ഞാൻ ഇനി അവിടെ ചെന്ന് പാടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടും, എനിക്ക് കിട്ടത്തുള്ളൂ എന്നൊരു ബോധം അവളിലേക്കും വരികയാണ്. ഇവരിങ്ങനെ പറഞ്ഞതിൻ്റെ ബേസ് ആയിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിലും വളരെ മനോഹരമാണ് അവളുടെ പാട്ട്. അപ്പം അങ്ങനെ ഒരു ഇൻസൾട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയപ്പോൾ, ഒരു കൂട്ടായിട്ട് നിന്ന് ആ ഒരു ഇതിൽ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ എന്നെ ഒന്ന് തരം താഴ്ത്തുന്ന രീതിയിലുള്ളൊരു സംസാരം അവിടെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ അത് മാനസികമായിട്ട് വളരെയധികം വിഷമിപ്പിച്ചു. അപ്പം ഞാൻ ഈ പാട്ട് പാടുന്നതിന് മുന്നേ
ഒരു കൃഷ്ണൻ്റെ ചെറിയൊരു ഫോട്ടോ ഉണ്ട് വീട്ടിൽ. അപ്പം ഞാൻ ചെന്നിട്ട് ഭഗവാനോട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആദ്യത്തെ ഒരു പ്രാർത്ഥനയാണെന്ന് പറയാമെന്ന്. ഞാൻ 10ൽ പഠിക്കുമ്പോഴെങ്ങാണ് 9ലോ 10ലോ എങ്ങാണ്ടാണ്, ആ സമയമാണ്. ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഞാൻ പാട്ട് പാടാൻ പോവുകയാണ്. ഞാനിപ്പം ഇതിൽ എനിക്ക് അവൾക്ക് കിട്ടിയാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഇതിലൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പം ഇത് അവൾക്ക് മനസ്സിലാകണം. അപ്പം ഞാനും അവളും കൂടി മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾക്കേ ഫസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ അത്തരത്തിൽ വളരെ മനോഹരമാണ്, മാധുര്യം ഉള്ള ശബ്ദമാണ് അവളുടെ. അപ്പം പക്ഷേ ഇതിലിപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് ഇത് വന്നപ്പോൾ എന്താണ്, എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് അലട്ടുകയും അല്ലെങ്കിൽ അലോസരപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായി. അപ്പം ഞാൻ പറയുന്നതിൽ ന്യായം ഉണ്ടെങ്കിൽ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണം. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടണം, വേറൊന്നും കൊണ്ടല്ല. അവർക്കിങ്ങനെ ഒരു തലക്കനം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ശരിയാണെങ്കിൽ പിന്നെ എന്താണ്, അവർക്കത് ബോധ്യപ്പെടണം. അവരുടെ അമ്മയൊക്കെ ഭയങ്കര എൻ്റെ മകൾ ആ രീതിയിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അപ്പോൾ എനിക്കത് അവരൊക്കെ ആയിക്കോട്ടെ, അതിൽ സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് കെടുത്തി നമ്മളൊന്ന് കൊച്ചാക്കുന്ന രീതിയിൽ പൊതു മീൻസ് എല്ലാവരും കൂടി ചേരുമ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പം ഞാനത് ഭഗവാനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, നീ എന്ത് തന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്ന ഒരൊറ്റ ന്യായം ഉള്ളത്, നമ്മൾ ഈ തലക്കനത്തിന് നമ്മൾ അതിന് കൊടുക്കണ്ടല്ലോ, അഹങ്കാരത്തിന് നമ്മളങ്ങനെ ഇത് ചെയ്യേണ്ട കാര്യമില്ല. അത് അവർക്ക് മനസ്സിലാകണം. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പാടുന്ന ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാതിരിക്കുമ്പോൾ അവർ ചിന്തിക്കണം എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു കാര്യം. അതിലൊരു വഴിപാടുമില്ല, ഒന്നുമില്ല. നമ്മൾ മനസ്സുകൊണ്ട് അതങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി പാടുകയാണ്. അങ്ങനെ അവളും പാടി, ഞാനും പാടി. അവളുടെ പാട്ട് ഞാൻ ആസ്വദിച്ചു. വേറെ കുറേ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പം ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു. അത് എന്ന് വെച്ചാൽ അതിലൊരു സത്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ഒരു കഴിവുണ്ട്, ആ കഴിവിൽ നമ്മൾ വിശ്വസിച്ചോളുക, നമ്മളതിൽ എന്താണ് സന്തോഷം കണ്ടെത്തിക്കൊള്ളുക. പക്ഷേ മറ്റൊരാളെ അതും പറഞ്ഞ് മാനസികമായിട്ട് സമ്മർദ്ദത്തിലാഴ്ത്താനോ അല്ലെങ്കിൽ അവരെ അത്തരത്തിൽ തകർക്കാനോ ഒന്നും നിൽക്കരുത്, ഒരാളും നിൽക്കരുത്. കാരണം അതൊക്കെ നമ്മുടെ വളർച്ചയെ വളരെയധികം ദോഷം ചെയ്യുന്നൊരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അത് ഇപ്പോൾ വളരുന്ന തലമുറയോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരെയും അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അത്ര വിശാല സ്ഥിതി ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ നിന്ദിക്കാനോ അവരെ ഇകഴ്ത്താനോ ഒന്നും പോകരുത്. അവരുടെ വഴിക്ക് പോയി നല്ല രീതിയിൽ എത്തിക്കോട്ടെ. അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ വലിയ വിശാലമായിട്ടുള്ള ഉടമകളായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ആ പാട്ട് എന്താണെന്ന് ഞാൻ പാടാം. എത്ര ഭംഗിയിൽ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല, നിങ്ങൾ കേട്ട് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു ചരിത്രം ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് തരിക. എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരിനി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആ പാട്ട് ഏതാണെന്ന് നോക്കാം. പാതിരാമഴയേതോ ഹംസഗീതം പാടി വീണപ്പൂവിതളിങ്ങോ പിന്നിലാവിലലിഞ്ഞോ നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി പാതിരാമഴയേതോ ഹംസഗീതം പാടി. കൂരിരുൾ ചിമിഴിൽ ഞാനും മൗനവും മാത്രം മിന്നിയുലയും വ്യാമോഹ ജ്വാലയാളുകയായി എൻ്റെ ലോകം നീ മറന്നു, എൻ്റെ ലോകം നീ മറന്നു, ഓർമ്മ പോലും മാഞ്ഞു പോകുവാൻ
പാടി വീണപ്പൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി പാതിരാമഴയേതോ ഹംസഗീതം പാടി ശൂന്യവേദികളിൽ കണ്ടു നിന്നിഴൽ ചന്തം കരയിലക്കരയായി മാറി സ്നേഹസാമ്രാജ്യം ഏകയായി നീ പോയതെവിടെ ഏകയായി നീ പോയതെവിടെ ഓർമ്മ പോലും മാഞ്ഞു പോകുവതെന്തേ പാതിരാമഴയേതോ ഹംസഗീതം പാടി വീണപ്പൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലവാർമുകിലോരം